ഗൈസ്, ഇന്ന് സെക്കൻഡ് ഡേ ആണ് മലേഷ്യയിൽ. ഞങ്ങളങ്ങനെ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഞങ്ങൾ മറ്റേ ഫുഡ് വാങ്ങിക്കാൻ പോവുക. ഇവിടെ തന്നെ അത്യാവശ്യം കുക്ക് ചെയ്യാവുന്നേ ഉള്ളതാ. ഇവിടെ ഈ ബേസിനും കിച്ചനും എല്ലാം ഉണ്ട്. മൊത്തത്തിൽ നമ്മൾ സെറ്റ് ചെയ്തപ്പം ഞങ്ങൾ പോയി. ധന്യയും ഹസ്നെല്ലാം ഒരുങ്ങുന്നു. ഞാനും ഹർജീത്തും അല്ല ഒരുങ്ങി കഴിഞ്ഞതാ. നല്ലൊരു സിസ്റ്റമാണ് കേട്ടാ. പുറത്തുള്ള ആർക്കും ഒന്ന് പെട്ടെന്ന് കയറാൻ പറ്റത്തില്ല. ആക്സസ് കാർഡൊക്കെ ഉണ്ട്. ഗൈസ്, ഇവിടുത്തെ പരിചയം തോന്നുന്നു. കൊതുവിനെ ഒട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഹർജീത്ത് അബ്സല്യൂട്ട്ലി മൂഡ് ഓഫ്. ഓക്കെ, 55ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് പോവുക. അപ്പോൾ ഒരു ചെറിയ പ്രഷറുണ്ട് ചെടിക്കകത്ത്. ഇങ്ങനെ നല്ല ഒരു ചെറിയൊരു പെയിൻ വരില്ല. ഒരു പ്രഷർ. റെഡിമെയ്ഡ് ഇനി ബ്രെഡുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കപ്പ് നൂഡിൽസ് വേണ്ട, രാവിലെ തന്നെ എങ്ങനെയാണ് കഴിക്കുന്നത്. ബ്രെഡ് ഉണ്ട്, ഗ്രീൻ ടീ ബാഗ്, ചോറൊക്കെ പാക്ക് ചെയ്തിട്ട് അതുകൊണ്ടാണ് മൈക്രോവണിൽ ചെന്ന് കുഴിയെടുത്താൽ മതി. എന്നിട്ട് ഇതെന്ത് ചിലപ്പോൾ വയറെല്ലാം വലിക്കും, നമ്മൾ தெரியாத സാധനം. അർജിത്ത് കണ്ടില്ലേ, സ്മോക്ക്ഡ് സാൽമൺ ചീസ്. ഇത് വേണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വല്ല വയറിന് വല്ല അസുഖം വന്നാൽ അത് തീർന്നു. 5 സോസേജ്. രാവിലേക്ക് ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത്. കാപ്പച്ചീനോ നോക്കട്ടെ. കോഫി, ഒരു ബ്ലാക്ക് കോഫി എടുക്കാം. അമ്മയുടെ തിരിച്ച് വന്നിട്ട് എടുക്കല. തിരിച്ച് വല്ല നമ്മളൊരു യാത്രയ്ക്ക് പോവുക. തിരിച്ചു വന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. തിരിച്ചു വന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ജാമും ഇവിടുത്തെ ജാം വാങ്ങിച്ചു. ഇവിടുത്തെ ജാം ഇവരെന്തോ ഒരു പേരാണ് പറഞ്ഞത്. ഇപ്പോൾ കായ പെർസിയൻ റമ്മ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബ്രെഡ് ആൻഡ് ഇവിടുത്തെ മലേഷ്യൻ ജാമും ഗ്രീൻ ടീയും. ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ഗൈസ്, കുറച്ച് കഴിയുമ്പോൾ ക്യാബ് ബുക്ക് ചെയ്യും. എന്നിട്ട് ആ ക്യാബിൽ നമ്മൾ കെൻഡിങ്ടൺ ഐലൻഡിലോട്ട് ഞങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ആക്സസ് കാർഡ് with the access card, no, full. Okay, come on. അത് നല്ല പരിപാടിയാണ് കേട്ടോ. പുറത്തുനിന്ന് ആർക്കും അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ ആപ്പ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ക്യാബ് നമ്പറൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്രാബ് ആപ്പ് എന്ന് പറയും കേട്ടോ. BSA 612. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ആകെ ഒരു ലഗേജ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ലഗേജും ഇവിടുത്തെ ലോക്കർ റൂമിൽ കൊണ്ടുവച്ചു. ഞങ്ങളിന്ന് ഗെൻറ്റിൻ ഐലൻഡിലോട്ട് പോവാണ്. ഗെൻറ്റിൻ ഐലൻഡ്. അങ്ങനെ ഞാനും കുട്ടൻ, അർജീത്ത്, ധന്യ ആൻഡ് ഹസന. ഓക്കെ ഗായ്സ്, ഗെൻറ്റിൻ ഐലൻഡിൽ പോയിട്ട് വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ ഗായ്സ്. അങ്ങനെ ഗായ്സ്, ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തി. ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് ഗായ്സ്. ഹലോ, ഹൗ ആർ യു? Only your small luggage. Where we keep? Open. I'll open. Like this? Yeah, like this. Thank you. You're a good person. Okay. നല്ല പ്രീമിയം വണ്ടിയാക്കടാ ഇത്. So you want to sit in the front? I will sit in the front. No, I will sit in the front. You go back. I will sit in the front. You go back.
You go back. Which boss? He's boss. I'm listening to him. Put the seat belt. Put the seat belt. Guys, അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറി. നല്ല അടിപൊളി വണ്ടിയാണ്. ഞങ്ങൾ ഗെൻറ്റിങ് ഐലൻഡിലോട്ട് പോവാണ്. വണ്ടിക്കകത്തിരിക്കുകയാണ്. നല്ല കൂട്ടം ഫ്രണ്ടിരിക്കുകയാണ്. ഹർജിത്ത് വെറും പാവമാണ്. ഹർജിത്ത് ബാക്കി ഇരിക്കുകയാണ്. തങ്കച്ചി മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അതെ, ഓക്കെ. ശേഷം നമ്മൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഞങ്ങൾ ഇങ്ങനെ ഹൈവേ കൂടെ പോവുകയാണ്. ഇന്ന് ഒരുപാട് ട്രാഫിക് കുറവാണ്. എന്താ കാര്യം എന്ന് അറിഞ്ഞൂടാ. വൈ ദർ ഇസ് നോ ട്രാഫിക് ടുഡേ? Because after 10 o'clock, നോ ട്രാഫിക്. no traffic. Yeah. മലേഷ്യ പൊതുവെ നമ്മുടെ നാട്ടിൽ എനിക്ക് തന്നെ അതാ രാവിലെ ഓഫീസ് ടൈം ആകുമ്പോൾ ഭയങ്കര ജനമായിരിക്കും. നോ ഓഫീസ് നോ ടൈം, സോ Office time. ട്രാഫിക് very കുറവ്. Traffic. Yeah. ഗൈസ്, നമ്മൾ പോകുന്ന വഴിക്കാണ് ബട്ടുവ കേവ്. രണ്ട് വഴിയാണ്. രണ്ട് വഴിയിലോട്ട് ഈ ഹൈവേ തിരിയും. അതാണ് ബട്ടുവ കേവിലോട്ടുള്ള വഴി. ഇത് നമ്മൾ ഗെൻറ്റിങ് ഹൈലൻഡിലോട്ട്. നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയാണെങ്കിൽ ഭയങ്കര തണുപ്പാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതവിടെ ജാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ല, വില കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ബൈക്ക് റൈഡേഴ്സാണ്. ഓക്കെ ഗൈസ്, ബൈക്ക് റൈഡേഴ്സ്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ലോങ് റൈഡിനൊക്കെയാണ് എല്ലാവരും പോകുന്നത്. പ്രോട്ടോൺ ഈ വണ്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവുള്ള From വണ്ടി. Malaysia, local car. Proton car. Yeah. This is local car. Yeah. Proton is very famous. Yeah. Proton is very famous here. Yeah. That's a commonly. ഇവിടെ ടൊയോട്ടോ, Yeah. ഹോണ്ടയൊക്കെക്കാൾ പ്രോട്ടോൺ ആണ് Yeah, ഈ Proton. മലേഷ്യയിലെ ഏറ്റവും വലിയ സെയിലുള്ള വണ്ടി. നമ്മുടെ നാട്ടിലെ മാരുതി കണക്ക വണ്ടി. അത്യാവശ്യം നല്ല ലക്ഷറി വൃത്തിയുള്ള വണ്ടിയാണ്. ഡ്രൈവർ ചേട്ടനോട് ചോദിച്ച് എന്താണ് ഈ റോഡൊക്കെ ഇത്ര വൃത്തി പറഞ്ഞ് രാവിലെയും ക്ലീനിങ്ങിന്റെ വണ്ടി വന്ന് ഇതിൽ ഹൈവേ മൊത്തം ക്ലീൻ ചെയ്യുന്നു. റബീഷൊന്നും ഇവിടെ ആരും ഇടാറില്ല. ഹൈ സ്പീഡ് ട്രെയിനാണ് പണിയുന്നത്. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഹൈ സ്പീഡ് ട്രെയിനാണ് ഇത് പണിയുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈ സ്പീഡ് ട്രെയിനിന്റെ വർക്ക് ആണ് ഇവിടെ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗെൻറ്റിങ് ഐലൻഡ്. നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ കേബിൾ കാർ വഴി പോകും. ഇപ്പൊ തൽക്കാലം അവര് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. നമ്മളെ കൊണ്ട് കേബിൾ കാർ നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. You can add the security there. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിന്റെ സ്ഥലത്തോട്ട് എത്തി ഗൈസ്. ഇവിടെ എത്തി ഗൈസ്. നല്ല വൃത്തിയുള്ള ഒരു ഷോപ്പിംഗ് മോളിൻ്റെ അകത്താണ് ഈ കേബിൾ കാറിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ കേബിൾ കാർ എൻട്രിയിലോട്ട് പോവുകയാണ്. ടിക്കറ്റ് മേളിൽ പോയി സെപ്പറേറ്റ് എടുക്കണം. അപ്പോൾ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, രാവിലെ ഒരു ബ്രെഡ് മാത്രം കഴിച്ചതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്രൈ ചെയ്യാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഒരുപാട് സൂപ്പർ മാർക്കറ്റും ഫുഡ് കിട്ടുന്ന ബേക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഫുഡ് അടിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇതൊരു ബേക്കറി, ഫാമിലി മാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളം അവിടെയും നമുക്ക് കഴിക്കാം. അപ്പോൾ അകത്ത് കയറി ഞങ്ങളൊന്ന് നോക്കിയിട്ടൊക്കെ വരാം. അകത്ത് കയറി പാക്കലാം, ഉള്ളക്കറി പാക്കലാം എന്നായിരുന്നു മതി. അത് ഉള്ളക്കറി പാക്കലാം. വാ കം. ഒരുപാട് പഴങ്ങൾ അടുക്കി വെച്ചേക്കുന്നു. ഐസ്ക്രീം റെഡി ടു ഈറ്റ്. ഇവിടെ വന്ന് തന്നെ വാങ്ങിച്ച് തൊട്ടപ്പുറത്തിൽ തന്നെ കഴിക്കുക. മൈക്രോ ഓവൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഫുഡ് വാങ്ങിക്കുക, മൈക്രോ ഓവനിൽ വയ്ക്കുക, കഴിക്കുക. അതാ നിൻ്റെ സാധനം എങ്ങുവാ ഇട്ടുണ്ട്. അടിപൊളി. നമ്മളിവിടെ നിന്ന് എടുത്ത് നമുക്ക് ചൂടാക്കണമെങ്കിൽ ഇവർ തന്നെ മറ്റേ മൈക്രോ ഓവൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് വെള്ളം, ഐസ് വെള്ളം, ഐസ് മാത്രം വെച്ചിട്ടുള്ള ഒരു വെള്ളം. ചിക്കൻ റോള്, അമേരിക്കൻ ഫ്രൈഡ് ജ്യൂസുകൾ. നല്ല വൃത്തിയുള്ള ബേക്കറി, നല്ല വലിയ ബേക്കറി. വെള്ളം, ഈ വെള്ളത്തിനെന്താ ഇത്രയും വിലയെന്ന് എനിക്കറിയാൻ നാച്ചുറൽ പാരീസിൻ്റെ വെള്ളമായതുകൊണ്ടായി. സോറി, പേസ്റ്റ് കോഫിയൊക്കെ കുടിക്കാം. കോഫി, ദിസ് കോഫി നൂഡിൽസ്. Place the noodles, target. You can place the noodles here. So first bill, you have to pay the bill, then only they will give. Then only cook ചെയ്യണം. Cart. Rest you have to pay the bill. This is the fried food. This is Korea. Okay, popcorn, sausages. Fried to go. തന്നെയും പിള്ളേരും എന്തൊക്കെയോ എടുക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. സുസിയാണെന്ന് തോന്നുന്നു. എത്ര രൂപയാണെന്ന് നോക്കൂ. 10 രൂപ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. 12 നോക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു തുമ്പയ്ക്ക ഓർഡർ ചെയ്ത് ഇതെത്ര ഓർഡർ ചെയ്യാം. തുമ്പയ്ക്ക എന്ന് പറയുന്ന സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ യൂട്യൂബ് നോക്കി ചോദിച്ച് ഞങ്ങളൊന്ന് പഠിപ്പിച്ചു തരാം. തുമ്പയ്ക്ക എടുത്ത് അപ്പോൾ അത് ഇല്ലല്ല പുള്ളിക്കാരൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ആ മൈക്രോ ഓവനിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു തരും. തുമ്പയ്ക്ക. കുട്ടൻ എവിടെ പോയി? കുട്ടനെ കാണാനില്ല. കുട്ടാ അങ്ങൊരു സീറ്റുണ്ട്. കുട്ടനെ തപ്പി നടക്കുക. ഇച്ചിരി മാറി എങ്ങോട്ടെങ്കിലും പിണക്കം മാറി അങ്ങോട്ട് എവിടെയെങ്കിലും പോയി. ഇതാണ് കുട്ടൻ്റെ. കമോൺ തുമ്പയ്ക്ക ചൊല്ലി. തുമ്പയ്ക്ക കയറിയേ വാ. വി ഹാവ് ഓർഡർ തുമ്പയ്ക്ക. പിന്നെ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ റെസ്റ്റോറന്റ്? നല്ല ഈ മനുഷ്യൻ നമുക്ക് പഠിപ്പിച്ചു തരിക എങ്ങനെയാണ് ഇത് വെക്കേണ്ടത്. ഈ മൈക്രോ വെള്ളം നമ്മളൊന്നും ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യ. പുള്ളി തന്നെ പ്രത്യേകം കെയർ എടുത്ത് നമുക്ക് ചെയ്തു തരാം. ഇതുപോലെ നല്ല മനുഷ്യരും ലോകത്തുണ്ട്. You can take like this. Too hot? Oh, it's too hot. You can keep. And you open up a bit. Oh, just that is enough. Yeah. And plus 3. Oh, perfect. You from Malaysia? Yeah. Oh man, very nice people. I'm working here. Oh, you here? Yeah. You're working. Oh, lovely. It's the sea. Okay, thank you. Thanks a lot. Which part of India you coming? I'm coming from Kerala, Kollam, South India. Oh, South India. This my children all teach the YouTube everything. So that is how they tell me everything. Yeah. YouTube they tell this. Rice balls. Without spoon we can eat it, eh? Okay, you just take one by one. If you want spoon also can, I take for you. I give you spot. Fork. Okay, നമുക്കൊരു ഫോർക്കും കൂടെ തരാമെന്ന് പറഞ്ഞു കേട്ടാ. It's fine enough. Oh, you can take everything, yeah? Tissue paper, everything. Water is free? No. No, water is not free. You have to buy. Chopstick is there? You want chopstick? Just want to try. Chopstick? We want to try this chopstick. Oh Yeah. man, lovely. Thank you. Right, be careful. Okay. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ റൈസ് ബോൾസ് ട്രൈ ചെയ്യാൻ പോവാം. റൈസ് കേക്ക്.
ഇവരെല്ലാം കഴിച്ച് വേസ്റ്റ് ആക്കല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. ധന്യയുടെ ഫേസ് ഒക്കെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇത് കഴിച്ച് എരി ഭയങ്കര എരിയാണ്. ഇതെന്ത് റൈസ് കേക്ക് എന്താണ് എരി? നമുക്ക് അറിയാവുന്ന സാധനമല്ലേ ഓർഡർ ചെയ്യേണ്ടത്? ഇത് ഇഡ്ഡലി. ആ കഴിക്കും. അർജിത്ത് അങ്ങനെ ഇഡ്ഡലി കഴിച്ചു. ആദ്യമായിട്ട് അവൻ ഇഡ്ഡലി കഴിക്കും. സാധനം ഇഡ്ഡലി അവൻ കഴിക്കാത്തവനാണ്, പക്ഷെ ഇഡ്ഡലി കഴിച്ചു. ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഐ ആം ഗോയിങ് ടു ടേസ്റ്റ് ദിസ്. കൊള്ളാം. പച്ച മീനില്ലേ ആ ടേസ്റ്റ്. മീൻ നമ്മൾ വലിയ കറിയൊക്കെ വെക്കുമ്പോൾ ഐ ഡോണ്ട് ടേക്ക് ദിസ്. ഇത് അർജിത്ത് പറയുന്നത് ഇത് ഇഡ്ഡലി കണക്ക് ഇരിക്കുന്നത്. ഇഡ്ഡലിയും സാമ്പാറാണ് സംഗതി കഴിക്കാൻ. അല്ലല്ല നീ കഴിക്കണം. എല്ലാ യൂട്യൂബൊക്കെ നോക്കി പിള്ളേര് ചീത്തയായിരിക്കും. ഇതെന്തോ സാധനം നോക്കട്ടെ. ആപ്പിൾ ജ്യൂസ്. ഓക്കെ, വെരി ഗുഡ്. ആപ്പിൾ ജ്യൂസും ഐസും അതിനകത്ത് മിക്സ് ചെയ്ത് വേണം കുടിക്കാൻ. ഇങ്ങനെ ഓരോ പുതിയ പുതിയ സാധനങ്ങൾ, നമ്മളൊന്നും അറിഞ്ഞിടാത്ത പുതിയ പുതിയ സാധനങ്ങളായി പിള്ളേർ കണ്ടുപിടിച്ച് വെച്ചേക്കും. ഞങ്ങൾക്കൊരു ചെറിയ ചേഞ്ച്. ഞങ്ങൾ ഈ കൈവാക്കി പോകുന്നതിനേക്കാൾ ഞങ്ങൾ വിചാരിച്ച് ചീച്ചോ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ബുദ്ധക്ഷേത്രം ഉണ്ടെന്ന് പറയാനായിട്ട്. അവിടെ നമ്മൾ ഈ ലഗേജ് കൊണ്ടുവന്ന് ഇവിടുത്തെ ബാഗേജ് സ്റ്റോറേജിൽ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെയാണ് പോവുക. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അതിശയം നോക്കണേ. 9,67,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടി. അത് ഭയങ്കര അതിശയമാണ്. ആൻഡ് ദിസ് അങ്കിൾ ഡ്രൈവിംഗ് ദ വെഹിക്കിൾ. അടിപൊളിയായിട്ട് ഈ വയസ്സുകാലത്തും വളരെ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ കേബിൾ കാർ. കേബിൾ കാറിന്റെ വ്യൂ. ഗൈസ്, ഇതാണ് ഗെൻഡിങ്ടൺ ഹൈലൻഡ് വ്യൂ. ഗെൻഡിങ്ടൺ ഹൈലൻഡ് വ്യൂ. ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ പിള്ളേർ കോയിനുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. പ്രൈസ് എന്താണ് സംഭവം? ടോക്കൺ എവിടെയും തരില്ല. தெரியாது. Let's go to temple. Come. പൈസ വിൽക്കാം. കേൾക്കാം, ഞാൻ കേൾക്കാം. ഹസ്നയ്ക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം ഗൈസ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉള്ള ടോയ്സൊക്കെ വാങ്ങിച്ചാലേ കയ്യിരിക്കുന്ന എമൗണ്ടൊക്കെ തീർന്നു പോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ ഈ പാക്കേജ് ടൂർ അല്ലാതെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം സ്പെൻഡ് ചെയ്യാൻ. ഇതൊക്കെ ഓരോ റൈഡേഴ്സിൻ്റെ ബൈക്കാണ്. കണ്ടില്ലേ? അടിപൊളി. ഓ മാൻ, ലവ്ലി ലവ്ലി ബൈക്ക്. ഞങ്ങൾ ചീച്ചു ടെമ്പിളിലോട്ട് വന്നു. ആ ചീച്ചു ടെമ്പിളിൻ്റെ വ്യൂ ആണ് ഇത് കാണുന്നത്. ഇങ്ങനെ ടെമ്പിളിലോട്ട് നടന്നു പോകണമെങ്കിൽ ലിഫ്റ്റിൽ പോകാം, എസ്കലേറ്റർ വഴി പോവാം.
ഞങ്ങൾ എസ്കലേറ്ററിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ ചീച്ചു ടെമ്പിളിലോട്ട് വന്നു. ഞങ്ങൾ വന്നു. ഞാനും ഹർജിത്തും ഉണ്ട്. ചീച്ചു ടെമ്പിൾ. ഇതാണ് ചീച്ചു ടെമ്പിൾ. നല്ല വെയിലുണ്ട് ഗൈസ്. പക്ഷേ ഈ വെയിൽ വലിയ കുഴപ്പമില്ല കേട്ടാ. ഈ വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വെയിലേ ഉള്ളൂ. നമ്മൾ ഊട്ടിയിലൊക്കെ പോകത്തില്ലേ, ഇച്ചിരി തണുപ്പും ഇച്ചിരി വെയിലൊക്കെ ഉള്ള. ഇതുപോലെ വേഷമൊക്കെ ഇട്ട് ഫോട്ടോ ഇടുക. അത് നമുക്ക് എക്സ്ട്രാ ചാർജ് ഇവർക്ക് കൊടുക്കണം. എല്ലായിടത്തും ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട്. നെക്സ്റ്റ് ടൂറിസ്റ്റ് സീസണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നും ഗൈസ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട്. നമ്മൾ എമൗണ്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ചെയ്തു തരും അവർ. അടിപൊളി ബുദ്ധൻ സ്റ്റാച്യു ഗൈസ്. ബുദ്ധല്ല അത്. ഓക്കെ, ബുദ്ധൻ സ്റ്റാച്യു. തന്നെയും മോളും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാഴ്ചയെ കണ്ട് ഓരോ സ്റ്റാച്യുവും വളരെ രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഈ ഹോൾ പ്ലേസ് ഇസ് വെരി ലവ്ലി. ഞങ്ങൾ യഥാർത്ഥത്തിൽ നേരെ ഗെൻഡിങ് ഐലൻഡിലെ റിസോർട്ടിൽ പോകാമെന്ന് വെച്ചാൽ 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. അപ്പം വിചാരിച്ചു ഈ അമ്പലത്തിലും കൂടെ കയറിയിട്ട് അങ്ങ് പോകാം. ഈ പോകുന്ന വഴിക്ക് തന്നെ ഇത് ഈ ടെമ്പിൾ. ജേർണി ടു എൻലൈറ്റ്മെൻറ്റ്. ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ മെഴുകുതിരി ഇഷ്ടമുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടതാ 2 മെഴുകുതിരി എടുക്കുക. നമ്മൾ കത്തിക്കുക. എങ്ങനെയാ, എവിടത്താ കത്തിക്കുന്നത്? കത്തിക്കുന്ന എവിടെ നിന്ന്? ഇതിൽ നിന്നാണ് കത്തിക്കുന്നത്? ഇതാണടി. തുറക്കണോ? തുറക്കണോ? ഓ മാൻ, തുറക്കാം. അണച്ചളയില്ലേ മേലെ മേലെ മേലെ. ഇത് അണച്ചിടാതെ പിന്നെ ആരെയും കത്തിക്കാൻ മുടിയത് ഇല്ല, ഓരോരുത്തരായിട്ട് കത്തിക്കട്ടെ. വീഡിയോ ഹർദേവ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു വിഷ് ഫൗണ്ടനാണ്. വാട്ട് ഇസ് ദിസ്? വിഷ് ഫൗണ്ടൻ. നമ്മൾ വിഷ് ചെയ്തിട്ട് നമ്മളെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് എന്നിട്ട് കോയിൻ എറിയുക. കോയിൻ ഉണ്ടോ നോക്കട്ടെ ഗൈസ്, ഒന്ന് പിടിക്കാവോ ക്യാമറ? ആവശ്യം. ഇന്ത്യൻ കോയിൻ പോട്ടല്ലോ. ഇന്ത്യൻ കോയിൻ പോട്ടല. ഞാനേ ഇന്ത്യൻ കോയിനും എടുത്ത് മലേഷ്യൻ കോയിനും. മലേഷ്യൻ കോയിനാ? പ്രേ ചെയ്യ്. എന്നാ മനസ്സിലാന്ന് എനിക്കത് പ്രേ ചെയ്യ്. കുട്ട എന്നമോ നനച്ചിട്ട് കണക്ക് തരും. കുട്ട എന്നാ നനച്ച? അപ്പ എന്നെ നനച്ച ചൊല്ല്. അപ്പ ഏതാകും ഒന്ന് കാണിക്കാം.
Put payya, payya. Don't throw, just slowly. Put like that. Put here. You put Malaysian toy. Oh, lovely. Hadi polo. Okay, we take a walk. Oh man, ഇതൊരു വളരെ വല്ലാത്തൊരു സ്റ്റാച്ചു ആയിപ്പോയി. കണ്ടില്ലേ, നാക്ക് കണ്ടിക്കുന്നത് ഒരു ഒരു ടേബിള് വളരെ കയറുന്നത് കണ്ണ് കുത്തി കയറുന്നു. Man, it's very touching. അസ്ന ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഗൈസ്, അടിപൊളിയായിട്ട്. ഈ വെയിൽ വലിയ വെയിലില്ലല്ലേ, കുഴപ്പമില്ല, നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന വെയിൽ. വളരെ സൂപ്പറായിരിക്കും കേട്ടോ ഇതിൻ്റെ സ്ട്രക്ചറെല്ലാം. ഗൈസ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഡൊണേഷൻ ബോക്സ് എല്ലായിടത്തും ഉണ്ട്. പ്ലീസ് ഡു നോട്ട് ടച്ച്. തൊടാൻ പാടില്ല. ഓക്കെ. Lucky charm bracelet for you, sir. Lucky charm. ലക്കി ചാമ. നേരിട്ട് കാണുന്നതൊക്കെ ഇരിക്കുന്നു. ഇതിനൊക്കെ ഓരോ കഥകളുണ്ട് പറയാൻ. പക്ഷെ നമുക്ക് ഇവിടെ മലേഷ്യൻ കൾച്ചർ അറിഞ്ഞൂടാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് കണ്ട് പോകും. ഒരിച്ചിരി നടത്തിയുണ്ട്, നമ്മൾ വാക്ക് ചെയ്ത് പോവുക ഗൈസ്. ചെറിയ